السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായും നമ്മെ കബൂലാക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നാമുമായി വേണ്ടപ്പെട്ട മുഴുവൻ പേരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നാം ചെയ്യുന്നതായ സൽക്കർമ്മങ്ങൾ നാളെ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നാം ചെയ്യുന്നതായ സൽക്കർമ്മങ്ങൾ നമുക്ക് ഉപകാരപ്പെടാതെ വരുന്ന ഒരു ദുരവസ്ഥയെ സംബന്ധിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാനും നിങ്ങളും അങ്ങനെയുള്ള ഒരു ദുരവസ്ഥ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്, പ്രയാസം, പരാജയം എത്രത്തോളം വലുതായിരിക്കും. നാം പരലോകത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയും പ്രീതിക്ക് വേണ്ടിയും ചെയ്തതായ സൽക്കർമ്മങ്ങൾ നാളെ പരലോകത്ത് ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി ഓഹരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ദുരവസ്ഥയെ സംബന്ധിച്ച് ഞാനും നിങ്ങളും കരുതിയിരിക്കുക. ആ ഒരു ദുരവസ്ഥയിൽ നിന്നും നാം രക്ഷപ്പെടാൻ ശ്രമിക്കുക. മഹത്തുക്കൾ പറയുന്നു, നമ്മുടെ അമലുകൾ ഓഹരിച്ച് നൽകപ്പെടുന്ന ഒരു ദുരവസ്ഥയെ സംബന്ധിച്ചു. ഇദാ മാത ഇൻസാനുൻ ഖംസുൽ ഖംസതി ലഹുമുൽ ദൈദാനും വഅലമുൽ തുർബതി വമാലുൽ ഖുറാസും വറൂഹുൽ ഖാബിലി വഅമലുൽ ലിമദ്ലൂമീന ഫഅമാലു ബിഖലതീൻ. മഹത്തുക്കൾ പറഞ്ഞു തരുന്നു, ഇദാ മാത ഇൻസാനുൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഖംസുൽ ഖംസതി, അവൻ്റെ 5 കാര്യങ്ങൾ, അത് 5 കൂട്ടർക്കുള്ളതാണ്. ഒരു മനുഷ്യന് എന്താണ് ബാക്കിയുള്ളതെന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ ജീവിതത്തിൽ സമ്പാദിക്കുന്നതിൽ നിന്നും അവനക്ക് എന്താണ് ബാക്കിയുള്ളതെന്ന് ചിന്തിക്കണം. അവൻ തിന്നതിൽ നിന്നും എന്താണ് ബാക്കിയുള്ളത്, അവൻ കുടിച്ചതിൽ നിന്നും എന്താണ് ബാക്കിയുള്ളത്, അവൻ സമ്പാദിച്ചതിൽ നിന്നും എന്താണ് ബാക്കിയുള്ളതെന്ന് മഹത്തുക്കൾ പറഞ്ഞു തരുന്നു. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഇദാ മാത ഇൻസാനുൻ ഖംസുൽ ഖംസതി, അവൻ്റെ 5 കാര്യങ്ങൾ, അത് 5 കൂട്ടർക്കുള്ളതാണ്. ലഹുമുൽ ദൈദാനുൻ, അവൻ്റെ ശരീരമോ, അവൻ മാംസളമായ ഭാവങ്ങൾ, അവൻ കൊഴുത്തതായ അവൻ്റെ ശരീരത്തിൻ്റെ മാംസങ്ങൾ, അത് പുഴുക്കൾക്കുള്ളതാണ്. പുഴുക്കൾ കബറിലേക്ക് കൊണ്ടുവയ്ക്കാൻ കാത്തിരിക്കുന്നു. അവൻ്റെ ശരീരങ്ങൾ പിച്ച് ചീന്തി കൊണ്ടുപോകാൻ, കടിച്ച് വലിച്ചു പോകുവാൻ വേണ്ടി പുഴുക്കൾ കാത്തിരിക്കുകയാണ്. വഅലമുൽ തുർബതി, അവൻ്റെ ശരീരങ്ങളോ, അവൻ്റെ ശരീരങ്ങൾ അലമുൽ തുർബതി, അത് മണ്ണിലേക്ക് ചേർന്ന് പോകാനുള്ളതാണ്, അത് മണ്ണിലേക്ക് ലയിച്ചു പോകേണ്ടതാണ്. വമാലുൽ ഖുറാസുൻ, അവൻ ജീവിതകാലത്ത് സമ്പാദിച്ച സമ്പാദ്യങ്ങളോ, അവൻ്റെ ചോര നീരാക്കിക്കൊണ്ട് അവൻ സ്വദേശത്തും വിദേശത്തുമായി കഷ്ടപ്പെട്ടതായ അവൻ്റെ സമ്പാദ്യങ്ങൾ, മഹാനായ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിക്കാൻ കാത്തിരിക്കുകയാണ്. ആ നിമിഷം അവൻ്റെ ബന്ധുമിത്രാദികൾ, അവൻ്റെ ഓഹരിക്കാർ, അവൻ്റെ അനന്തരാവകാശികൾ അത് പിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ്. വമാലുൽ ഖുറാസും വറൂഹുൽ ഖാബിലി, അവൻ്റെ റൂഹോ, അത് പിടിച്ചതായ മാലാകമാർക്കുള്ളതാകുന്നു. വഅമലുൽ ലിമദ്ലൂമീൻ, അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങളോ അവനെ വിജയിപ്പിക്കും, അവനെ രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്തു വെച്ചതായ സൽക്കർമ്മങ്ങളോ. വഅമലുൽ ലിമദ്ലൂമീൻ, അവൻ ആക്രമിച്ചതായ ജനങ്ങൾ കൊണ്ടുപോവുകയാണ്. നാളെ ഒരു വിഭാഗം ജനങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, തമ്പുരാനെ, ഈ മനുഷ്യനല്ല എന്നെ നാവുകൊണ്ട് അസഭ്യം പറഞ്ഞിട്ട്
ചെയ്തിട്ടുണ്ട് അല്ലാ. അവൻ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് തമ്പുരാനെ. അതുകൊണ്ട് അവൻ്റെ സൽക്കർമ്മങ്ങൾ എനിക്ക് നൽകണം അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ സൽക്കർമ്മങ്ങൾ വാങ്ങുവാനായി ഒരു വിഭാഗം ജനങ്ങൾ തിരക്ക് കൂട്ടുന്ന ഒരു ദുരവസ്ഥ നാളെ മഹ്ശറയിലേക്ക് വന്നു പോകും. മഹാന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് ഫഅമല്ലി അമലില്ലി മദ്ലൂമീന ഫഅമല്ലി മഖ്ലതി അമലുല്ലി മദ്ലൂമീന ഫഅമാലു ബിഖ്ലതി. അതുകൊണ്ട് നിൻ്റെ ജീവിതം നീ മനസ്സിലാക്കുക. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങളിലായി ജീവിതം കഴിച്ചുകൂട്ടി മറ്റുള്ളവർ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടുപോകാതെ നാം മറ്റുള്ളവരെ കുറിച്ച് ഇബത്തും പരദൂഷണവും പറയാതെ നമ്മുടെ അമലുകൾ സുരക്ഷിതമാക്കി വെക്കണമെന്ന് മഹത്തുക്കൾ പറയുന്നു. അല്ലാഹു നമ്മുടെ അമലുകൾ പരിപൂർണമായും കബൂലാക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.